ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഡിബേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് കേട്ടോ. അതായത് ബുക്സിൻ്റെ ഫിസിക്കൽ കോപ്പിയാണോ അതോ ഈ ബുക്സ് ആണോ ഏറ്റവും നല്ലത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. പലർക്കും പല ഒപ്പീനിയൻ ആയിരിക്കും അവരുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട്. എങ്കിലും രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഈ ബുക്സിനെ പറ്റി പറയാം, എന്നിട്ട് നമുക്ക് ഫിസിക്കൽ ബുക്സിനെ പറ്റി സംസാരിക്കാം കേട്ടോ. അപ്പോൾ ഈ ബുക്സ് എന്ന് പറയുന്നത് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് PDFs-നെ പറ്റിയിട്ടൊക്കെയാണ് കേട്ടോ. PDF ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വായിക്കുന്ന ബുക്സ്, പിന്നെ കിൻഡിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വായിക്കുന്നത്, ഇതൊക്കെയാണ് ഈ ബുക്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നേരെ മറിച്ച് കിൻഡിൽ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നമ്മൾ കിൻഡിൽ വാങ്ങിച്ച് ബുക്ക് വായിക്കത്തില്ലേ, അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതിനെപ്പറ്റി സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൽ ഞാൻ ഈ ബുക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ PDF ഡൗൺലോഡ് ചെയ്ത് വായിക്കുന്നത്, നമ്മൾ ഈ കിൻഡിൽ ആപ്പ്, ഈ റീഡിംഗ് ആപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ഫോണിൽ വായിക്കുന്നതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഈ ബുക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിൻലി ചീപ്പാണെന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ബുക്സ് നമ്മൾ വൺ ടൈം ഒക്കെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ബുക്സ് അറ്റ് എ ടൈം വായിക്കാനായിട്ട് പറ്റും. നേരെ മറിച്ച് നമ്മളൊരു ഫിസിക്കൽ കോപ്പി വാങ്ങിക്കുമ്പോൾ ഓരോ ബുക്കിനും നമ്മൾ പൈസ കൊടുത്താണ് നമ്മൾ വാങ്ങുന്നത് അല്ലേ. അപ്പോൾ ഒരു 300 രൂപ കൂടുതൽ എന്തായാലും ഒരു ബുക്കിനൊക്കെ ആവും. പിന്നെ വളരെ പേജസ് കുറവാണെങ്കിൽ മാത്രമേ 100-150 രൂപയ്ക്കൊക്കെ നമുക്ക് ബുക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അതൊരു പൈറേറ്റഡ് കോപ്പി ആയിരിക്കണം. അതായത് നമ്മുടെ ഈ ഫോട്ടോ കോപ്പി ചെയ്തെടുത്ത ബുക്കായിരിക്കണം. അപ്പോൾ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബുക്കിന് എന്തായാലും ഒരു 300 രൂപയിൽ കൂടുതലാവും, നല്ലൊരു ബുക്കിന് കേട്ടോ, പൈറേറ്റഡ് അല്ലാത്ത ബുക്കിന്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു 300 രൂപയിൽ കൂടുതലൊക്കെ കുറച്ചുകൂടെ ഒക്കെ ഒരു അമൗണ്ട് ഇട്ട് നമ്മൾ അടയ്ക്കുവാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ബുക്സ് അക്സസിബിൾ ആയിരിക്കും. കുറച്ച് നാളത്തേക്ക് നമുക്ക് ഒരുപാട് ബുക്സ് വായിക്കാനായിട്ട് പറ്റും. ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആയിരിക്കും. ഇതാണെങ്കിൽ നമ്മൾ ഒരു 300 രൂപ അടയ്ക്കുമ്പോൾ നമുക്ക് ഒരു ടൈപ്പ് ഓഫ് ബുക്കേ കിട്ടത്തുള്ളൂ, ഒറ്റ ബുക്കേ കിട്ടത്തുള്ളൂ. അത് ഫിക്ഷൻ ആവാം, നോൺ ഫിക്ഷൻ ആവാം, ഏതെങ്കിലും ഒറ്റ ബുക്കിലേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് നമ്മൾ അറ്റ് എ ടൈം കുറച്ചുകൂടി എമൗണ്ട് ഇട്ട് അടയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ബുക്സ് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പിന്നെ ചില ബുക്സിനൊന്നും നമ്മൾ പൈസ അടയ്ക്കേണ്ടതായിട്ടില്ല, അതായത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ചില ബുക്സ്, എല്ലാം ഞാൻ പറയുന്നില്ല, ചില ബുക്സ് ഫ്രീലി അക്സസിബിൾ ആയിരിക്കും. പിന്നെ നമ്മൾ ഈ ഗൂഗിളിലും ക്രോമിലൊക്കെ കയറി നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ചില ബുക്സ് പേയ്മെൻറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ചിലത് വളരെ ചുരുക്കം ബുക്സ് അങ്ങനെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിരിക്കത്തുള്ളൂ. നമ്മൾ ആ സൈറ്റ് കണ്ടുപിടിച്ച് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതും ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ അത്രയും എമൗണ്ട് പേ ചെയ്യേണ്ട എന്നുള്ളത് ഇതിൻ്റെ ഒരു നല്ലൊരു പോസിറ്റീവ് സൈഡായിട്ട് തന്നെയാണ് കരുതേണ്ടത്. അതുപോലെ തന്നെ ഇത് ഈസിലി അക്സസിബിൾ ആണ്. അതായത് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നമ്മുടെ ഈ ഫോണിൽ ഇത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരുപാട് തരത്തിലുള്ള, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ടൈപ്പ് ഓഫ് ബുക്സ് അവൈലബിൾ ആയിരിക്കും. അത് ഒരുപാട് ജോൺറായിൽ വരുന്ന ബുക്സ് അവൈലബിൾ ആയിരിക്കും. ഫിക്ഷനും നോൺ ഫിക്ഷനും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. കിഡ്സ് സ്റ്റോറീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഭയങ്കര ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതായത് നമ്മൾ ഫിസിക്കൽ കോപ്പീസ് കൊണ്ട് നടക്കുന്ന പോലെയല്ല. നമുക്ക് ഒരു ഫോൺ മാത്രം കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ടൈപ്സ് ഓഫ് ബുക്സ് അതിൽ ഈസി ടു ക്യാരി അറൗണ്ട് ആണ്. നമുക്ക് എങ്ങും കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഫോൺ എന്തായാലും ക്യാരി ചെയ്യുമല്ലോ. അപ്പോൾ അതിൽ നമുക്ക് വായിക്കാനുള്ള ഒരു ബുക്ക് ഡൗൺലോഡ് ചെയ്തിടണം എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ബുക്കാണോ വേണ്ടത് നമ്മൾ നേരത്തെ നോക്കി ഡൗൺലോഡ് ചെയ്തിട്ടിരുന്നാൽ നമ്മൾ എവിടെയാണോ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ ബസ്സിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിലിരിക്കുമ്പോഴോ നമുക്ക് വായിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കെടുത്ത് വായിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ടൈപ്സ് ബുക്സ് അവൈലബിൾ ആണ്. അതായത് നമുക്ക് നല്ലൊരു റീഡിങ് എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഒരുപാട് ബുക്സ് അവൈലബിൾ ആയിരിക്കും. പല ജോൺറായിൽ വരുന്ന ബുക്സ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അറ്റ് എ ടൈം ഒരു ബുക്ക് വായിച്ചിട്ട് നമുക്ക് ബോർ അടിക്കുവാണ്, ഇതിലൊരു ബ്രേക്ക് കൊടുത്തിട്ട് വേറൊരു ബുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. നേരെ മറിച്ച് നമ്മൾ ഫിസിക്കൽ ബുക്സിലാണെങ്കിൽ നമ്മൾ ആ ബുക്ക് പിന്നെ പോയി വാങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ ആ ബുക്ക് ആ സമയത്ത് അവൈലബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ബുക്ക് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ബുക്സിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. അതുപോലെ തന്നെ ഈ ബെഡ് ടൈം റീഡിംഗ് ഒക്കെ ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണ് നിങ്ങളെങ്കിലും, നമ്മൾ വാങ്ങുന്നതിന് മുന്നേ കുറച്ച് സമയം ബുക്സ് ഒക്കെ വായിക്കുന്നവരാണെങ്കിലും ഈ ബുക്സാണ് ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യുക. കാര്യം ഈ ബുക്സ് ആണെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അതിനൊത്ത് നമുക്ക് റീഡ് ചെയ്യാനായിട്ട് സാധിക്കും, വായിക്കാനായിട്ട് സാധിക്കും. പക്ഷെ നേരെ മറിച്ച് ഫിസിക്കൽ ബുക്സ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ബുക്സിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കണ്ണിന് നല്ല സ്ട്രെയിൻ ആയിരിക്കും എന്നുള്ളതാണ്. നല്ല സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ അത് ഒരു ഡ്രോബാക്ക് തന്നെയാണ്. എങ്കിലും നമുക്ക് കംഫർട്ട് നോക്കുവാണെങ്കിൽ ഈ ബുക്സ് ആയിരിക്കും കുറച്ചുകൂടി ഫിസിക്കൽ ബുക്സിനെക്കാളും ബെഡ് ടൈം റീഡിങ്ങിന് നല്ലത്. അപ്പോൾ ഈ ബുക്സിൻ്റെ നെഗറ്റീവ്സും പോസിറ്റീവ്സും എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഫിസിക്കൽ ബുക്സിനും അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഫിസിക്കൽ ബുക്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ ബുക്സിൻ്റെ അത്ര ചീപ്പർ ആയിരിക്കത്തില്ല. ഓരോ ബുക്കിനും നമ്മൾ 300 രൂപ അടച്ചാലേ നമുക്കൊരു ബുക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ.
അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ്. അതായത് അത്ര ചീപ്പർ റേറ്റിൽ നമുക്ക് ഫിസിക്കൽ ബുക്സ് കയ്യിൽ കിട്ടത്തില്ല. ഫിസിക്കൽ ബുക്സിന്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് സ്പേസിന്റെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ ബുക്സ് വാങ്ങിക്കുമ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ടും കൂടെ ഒരു സ്പേസ് നമ്മൾ നമ്മുടെ വീട്ടിലോ റൂമിലോ കണ്ടെത്തേണ്ടതുണ്ട്. നേരെ മറിച്ച് നമ്മുടെ വീട് നമ്മളൊരു കോസി എസ്തെറ്റിക് സ്പേസ് ഒക്കെ കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, ആ ഒരു വൈബ് കൊടുക്കാനായിട്ട്, ഒരു വിൻറ്റേജ് ബുക്കിഷ് വൈബൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ബുക്സ് വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ബുക്സിനെ വെച്ച് നോക്കുമ്പോൾ. കാര്യം ബുക്സ് നമുക്കറിയാം നമ്മുടെ ബുക്കിൻ്റെ കളറ്, അതിൻ്റെ പ്രിന്റ്, അതിങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഉള്ളൊരു ആ ഒരു ഭംഗി, ആ ഒരു വൈബ് കൊടുക്കാനായിട്ട് നമുക്ക് ഫിസിക്കൽ ബുക്സിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ഈ ബുക്കിനെ കൊണ്ട് സാധിക്കത്തില്ല. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഫിസിക്കൽ ബുക്സ് തന്നെ വാങ്ങുക. ഇതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ് കേട്ടോ. അവർക്ക് എന്താ വേണ്ടത്, ഏതാ അവരുടെ കംഫർട്ട് എന്നുള്ളത്. ഞാൻ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളാണ് ഇതിന് സെലക്ട് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫിസിക്കൽ ബുക്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തായാലും ഈ ചാർജിങ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. ഈ ബുക്സ് ഒക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്റർനെറ്റ് വേണം, നമുക്ക് ഫോണിൽ ചാർജ് ഉണ്ടാവണം, ചാർജിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകും. പക്ഷെ നേരെ മറിച്ച് നമ്മളൊരു ഫിസിക്കൽ ബുക്ക് വാങ്ങിക്കുവാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും വരുന്നില്ല. പക്ഷെ കോസ്റ്റ്ലി ആണ് എന്നുള്ളതാണ് സത്യം. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി ഫിസിക്കൽ ബുക്സിനോടാണ് ഇഷ്ടം കൂടുതൽ. കാര്യം ഒരു ബുക്കിനെ നമ്മൾ കയ്യിലെടുത്ത് വായിക്കുന്നതും ആ ബുക്കിനെ നമ്മൾ ആ ഒരു ഫീൽ ചെയ്ത് നമുക്കൊരു ഇമ്മേഴ്സീവ് റീഡിങ് എക്സ്പീരിയൻസ് തരണമെങ്കിൽ ആ ബുക്കിനെ കൊണ്ടേ സാധിക്കത്തുള്ളൂ. ഒരു ഫിസിക്കൽ ബുക്ക് കൊണ്ടേ അതിനെ സാധിക്കത്തുള്ളൂ. നമുക്ക് വായിക്കാം, നമ്മുടെ കംഫർട്ട് അനുസരിച്ച് നമുക്ക് രണ്ടിലും സ്വിച്ച് ചെയ്യാം. എങ്കിലും എൻ്റെ ഒരു പ്രിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഫിസിക്കൽ ബുക്സ് തന്നെയാണ്. അത് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ അത് ഭയങ്കര ഒരു തെറാപ്യൂട്ടിക് കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നെപ്പോലെ അങ്ങനെയുള്ളവരും ഉണ്ടാവും, അതിനോട് യോജിക്കാത്തവരും ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ അഭിപ്രായങ്ങളും എക്സ്പീരിയൻസും അവരുടെ കംഫർട്ടും ഒക്കെയാണ് നോക്കേണ്ടത്. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ബുക്സ് വേണോ അതോ ഫിസിക്കൽ കോപ്പി വേണോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട്, നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യാനായിട്ട് ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.